ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകാനായിട്ടാണ്. രണ്ടുപേർക്കും ഞാൻ ഒരേപോലത്തെ ഡ്രസ്സ് രാമാന്തരത്തിൽ നിന്ന് എടുത്തതായിരുന്നേ. രണ്ടുപേർക്കും ഒരേപോലെ എടുത്തതാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ രണ്ടുപേരും ഡാൻസ് തുടങ്ങി. റിച്ചു ആദ്യം ഭയങ്കര ഡാൻസായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റിച്ചു ഭയങ്കരമായിട്ട് വീഡിയോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കാനൊക്കെ തുടങ്ങി. കുറേ ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറാൻ തുടങ്ങി. അന്നേരം ആദ്യം വന്ന് നിൽക്കണ്ട, എന്നെ മാത്രം ഫോട്ടോ എടുത്താൽ മതി, നീ പോയെന്നും പറഞ്ഞ് തള്ളി ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു റിച്ചു. ഞങ്ങൾ വണ്ടി കയറിയപ്പോഴേ നല്ല മഴക്കോളായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴേ മഴ പെയ്യാൻ തുടങ്ങി. ഭയങ്കര മഴയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങ് തോർന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണിത്. ഇതിൻ്റെ മുകളിൽ നിന്ന് ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇത് അമ്പലത്തിനകത്തുള്ള വീഡിയോ ആണേ. അമ്പലത്തിനകത്ത് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. മുകളിൽ നിന്നുള്ള ലൈറ്റ് കണ്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനങ്ങനെ അത് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് എനിക്ക് ആദ്യം പറഞ്ഞത്, അമ്മ ദാ ഇതിൻ്റെ മുകളിൽ നിന്നേ ലൈറ്റ് ഇട്ട് വയ്ക്കുകയാണെന്ന്. ഞാൻ കാണിച്ചു തരാം. ദാ ഇതിൻ്റെ മുകളിൽ നിന്നേ ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കുവാണെന്ന് എനിക്കായിരുന്നു. തൊട്ടപ്പുറത്തും ഇതുപോലെ മുകളിൽ നിന്നേ ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കുവായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് പുറത്തിറങ്ങി റിച്ചു പറഞ്ഞത്, ദാമ ഇവിടെ കോഴി, താറാവ്, കാറ് ഇരിക്കുന്നു. അവനതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കാറായിരുന്നു. ആ കാറ് പോവോ എന്നൊക്കെ ചോദിച്ചു. മീൻസ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ, അത് ലൈറ്റാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരുവിധം ഞങ്ങൾ പോവാനായിട്ട് തുടങ്ങി. പിന്നെ ലൈറ്റിൻ്റെ വെട്ടമൊക്കെ കണ്ടപ്പോൾ രണ്ടുപേരും ഓടാൻ തുടങ്ങി. അങ്ങോട്ട് വിളിച്ചിട്ട് നിന്നില്ല. റിച്ചു ദോ ഫ്രണ്ടിലങ്ങ് ഓടി എത്താറായി. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് ലൈറ്റൊക്കെ കണ്ടിട്ട് നമുക്കിനി വീട്ടിൽ പോവണ്ട അമ്മ എന്ന് പറഞ്ഞ് കരച്ചിലായി. ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലോട്ട് പോവാൻ പോവുകയാണ്. അപ്പോൾ ഉത്സവം 5 ദിവസമുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇനിയും വീഡിയോ എടുക്കാം. ടാറ്റാ ബൈ ബൈ.